hello everyone. So I'm so excited to see you all here today. എല്ലാവർക്കും നമ്മളുടെ 11 വയസ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ടുള്ള OP 10.0ന്റെ സെക്കൻഡ് സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ വാം വെൽക്കം ചെയ്യാണ്. സോ ഇന്നലെ നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ജോയിൻ ചെയ്തവർക്കെല്ലാം ഒരു ഐഡിയ ഈ പറയുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ആ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെഷൻ 2 എന്ന് പറയുന്നത് നമ്മളുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. സോ ഇവിടെയുള്ള ജോയിൻ ചെയ്തിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ BSW ഉണ്ട്, VLIS ഉണ്ട്, BTTM ബാച്ചസ് ആണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ബാച്ചസിൽ നിന്നുമൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഞാൻ സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഈ പറയുന്ന ഐസ് ബ്രേക്കിംഗ് സെഷനിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരെയും തന്നെ വെൽക്കം ചെയ്യാണ്. സോ എന്തായാലും നമുക്ക് സെഷൻ 2ലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ലെറ്റ്സ് കണക്ട്, എൻഗേജ് ആൻഡ് ഹാവ് ഫൺ. ആ ഒരു ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? കണക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻഗേജ് ആവുക, അതേപോലെ തന്നെ ഫൺ കൊണ്ടുവരാന്നുള്ളതാണ്. സോ മെയിൻ ആയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ 3 ബാച്ചസ് ഇവിടെ ഉണ്ട്. സോ ഓരോ ബാച്ചസിലുള്ളവർക്കും ആ ബാച്ചസിലുള്ള നിങ്ങളുടെ എന്താ പറയാ പിയേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന ഐസ് ബ്രേക്കിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വളരെ എന്താ പറയാ എന്തൂസിയാസ്റ്റിക്കലി നിങ്ങളുടെ ഓറിയന്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഓൺ ആക്കണം അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസസും ഓറിയന്റേഷൻ എക്സ്പീരിയൻസും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു നോർമൽ ഒരു ഓഫ്ലൈൻ കോളേജിൽ പോയിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ നേരിട്ട് കാണാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നേരിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യില്ലായിരിക്കും അല്ലെ? അപ്പൊ ഇത് ഓൺലൈൻ ആണെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ ഒരു എന്താ പറയാ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു സെഷനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം. അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസും ഇന്റർപേഴ്സണൽ സ്കിൽസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് ഇതിലൂടെ ഒരു സ്ട്രോങ് ആൻഡ് സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. സോ ഇനിയിപ്പോ നമുക്കൊരു എന്താ പറയാ ഫസ്റ്റ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് റാപ്പിഡ് ഫയർ ഇൻട്രോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണും അല്ലെ, റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂവർ വരുന്ന ഗസ്റ്റിനോടൊക്കെ വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അവർ പെട്ടെന്ന് അതിന് ആൻസർ പറയണം. അല്ലാണ്ട് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്നും ആലോചിച്ചിട്ടല്ല, ടപ്പേന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആൻസേഴ്സ് പറയണം. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇവിടെ നമ്മൾ റാപ്പിഡ് ഫയർ ഇൻട്രോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് നമ്മള് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് എടുത്തിട്ട് നിങ്ങളായിട്ട് തന്നെ മുന്നോട്ടേക്ക് വരാം. ഇനിയിപ്പോ ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആളുകളുടെ പേര് അല്ലെ, ഇവിടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കിയാൽ ആളുകളുടെ പേരൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആളുകളുടെ പേര് വിളിക്കാം. സോ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ റാപ്പിഡ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിം എന്ത് ചെയ്യുക പറയുക. ആൻഡ് ഓൾസോ മെൻഷൻ നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കോട്ടയം, ലൈക്ക് എനി സിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതും പറയുക. ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഇഗ്നോയിൽ ചൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള ഒരു ഹോബി ലൈക്ക് അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ട്, നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എന്നുള്ളതും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചത് കൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഓൺ ആണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെ വേണം ഈ ഒരു എൻറ്റയർ സെഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം അല്ലെ. സോ ഇവിടെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആരാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുപോയി, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ആൻഡ് ഓൾസോ നമുക്കിവിടെ നമ്മുടെ ഒരു കോർ മെമ്പേഴ്സ് എന്റെ കൂടെ ഉണ്ട്. അവരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിലേക്ക് പോകാം. സോ മൈസെൽഫ് ഫാത്തിമ, ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ആൻഡ് ഓൾസോ എന്റെ കൂടെ നമ്മളുടെ ലാൻഡ്വൈസിലുള്ള മറ്റു 3 മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സും കൂടെ ഉണ്ട്. സ്നേഹ മാം ഉണ്ട് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, അതുപോലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തൗസീൻ മാം ഉണ്ട്, മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഷംഷീറ മാം ഉണ്ട്. ഈ 3 പേരും കൂടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്നേഹ മാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ ഐസ് ബ്രേക്ക് ചെയ്യാൻ പോവാ. ആക്ച്വലി നമ്മൾ പേരിട്ടവരെ പറഞ്ഞ പോലെ അല്ലെ, ടൈറ്റിൽ പറഞ്ഞ പോലെ ഇവരുടെ ആ ഒരു എന്താണ് ഏതാണ് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ഐസ് ബ്രേക്കിൽ ഐസിലാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോഴും സ്റ്റില്ലും അവര് എന്താണ് മുന്നോട്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പം അവരുടെ ഐസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നമ്മള് എന്താണ് വെർച്വൽ ഒരു കോളേജ് ആണ് എങ്കിൽ പോലും നമുക്ക് തമ്മിലൊരു ഇന്ററാക്ഷനും അല്ലെങ്കിൽ ഒരു ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടല്ലോ നമ്മൾ എല്ലാ കോളേജിലും അല്ലെ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു സെഷൻ ആണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു സെഷൻ വരുന്നത്. എന്താണ് സാധാരണ നമുക്ക് സീനിയേഴ്സ് ആണ് തരുന്നത്. സീനിയേഴ്സ് നമുക്ക് റാഗിങ് എന്ന രീതിയിൽ ഒരു ഫ്രഷേഴ്സ് തരും, ഒരു വെൽക്കമിങ് തരും. പക്ഷെ ഇത് അങ്ങനൊന്നും അല്ല. നമ്മുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെട്ട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. അപ്പം മുമ്പേ ഫാത്തിമ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ക്വിക്കായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഫൺ ഗെയിംസും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അനുസരിച്ചിരിക്കും നമ്മൾ ഗെയിം കൂടുതൽ കളിക്കുന്നതിന്റെ ഒക്കെ ഒരു ഇത്. നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആകാമോ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാം. നമുക്ക് ആക്റ്റീവായിട്ട് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് സെഷൻ ആണ് നമ്മുടെ ഈ സെഷൻ 2 ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ വിളിച്ചപ്പം ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വന്നതിന് ഒരു കൺഗ്രാറ്റ്സ്. അതായത് നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ പിയർ ഗ്രൂപ്പ്സ് തമ്മിൽ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പോർഷൻ ഒന്നും പഠിക്കാൻ പോകുന്നില്ല, ടൈം ടേബിൾ ഒന്നും ഇല്ല, നമ്മൾ അങ്ങനൊന്നും ഇല്ല. വെരി ഗുഡ് ഈവനിങ്. എന്റെ പേര് നന്ദു എന്നാണ്. ഞാൻ ബാംഗ്ലൂരിലാണ്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക്. എന്നെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു കൂട്ടം സെറ്റ് ഓഫ് പീപ്പിളിനെ ഇടയ്ക്ക് കൊണ്ടിട്ടാൽ എന്റർടൈൻ ചെയ്യാൻ സാധിക്കും. ഒരാളെ ചിരിപ്പിക്കുക, എന്റർടൈൻ ചെയ്യിക്കുക, ഇറ്റ്സ് നോട്ട് ഈസി തിങ്. സോ ഐ ബിലീവ് എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനിടയിൽ അവർ എന്റർടൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അവരെ എന്റർടൈൻ ചെയ്യുക എന്ന രീതിയിൽ അല്ലേ? നമ്മൾ കാരണം മറ്റുള്ളവരിലേക്ക് ഒരു ഹാപ്പിനെസ് എത്തുക എന്ന രീതിയിൽ നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. അപ്പം ഈ ഒരു സെഷൻസ് അങ്ങോട്ട് തീരുന്ന ലാസ്റ്റ് വരെ നമ്മൾ നന്ദുവിനെ ഓർക്കും അല്ലെ? നമ്മളെ എന്ത് പേരിലായിരിക്കും ഇങ്ങനെ ഒരു നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഓർത്തിരിക്കാൻ, നിങ്ങളുടെ ബാച്ച്മേറ്റ്സിൽ നിന്ന് ഓർത്തിരിക്കും. നമ്മൾ ചില പണ്ട് പഠിച്ചവരെയൊക്കെ ഓർത്തിരിക്കുന്ന അവരൊരു ഫസ്റ്റ് ഡേ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കിന്റെ പേരിലൊക്കെ നമ്മൾ ചിലരെ ഓർത്തിരിക്കത്തില്ലേ? അതേപോലത്തെ ഒരു മൊമെന്റ് ആകണം ഇന്നത്തെ ഈ സെഷൻ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ വിഷസ്. എന്താണ് നമുക്ക് എല്ലാ വിഷയം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്താണോ കറക്റ്റ് എയിം ചെയ്ത് ഇറങ്ങിയേക്കുന്നത് അത് തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഗെയിംസിലൊക്കെ എന്റെ പേര് ആഷിഖ് ബാബു, കോട്ടയത്താണ്. പിന്നെ എടുത്തേക്കുന്ന പ്രോഗ്രാം BSW ആണ്. എന്റെ മെന്റർ ഫാത്തിമ മാം, മാമിനറിയാം. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് ഇത് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. കേട്ടിരിക്കാൻ കുഴപ്പമില്ല, എന്തൊരു വേണം കേട്ടിരിക്കാം, സിനിമ. എനിക്ക് തോന്നുന്നു ആഷിഖിന്റെ സ്പെഷ്യൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സംസാര രീതിയാണ് അല്ലെ? വളരെ ക്യാച്ചി ആയിട്ട് എല്ലാവരും ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു എന്താ കോൺവെർസേഷൻ അല്ലെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും നല്ലതാ. ആഷിഖിന് അത് സ്വയം തോന്നിയില്ലെങ്കിലും നമുക്കത് മനസ്സിലായി. കുറച്ചെണ്ണം തോന്നുമല്ലോ, മനസ്സിലാകുമല്ലോ. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. പ്ലസ് പോയിന്റ് ആഷിഖേ നോക്കിയിരുന്നോ കേട്ടോ. പ്ലസ് പോയിന്റ് ആഷിഖ് കേൾക്കാൻ ശ്രമിച്ചപ്പോൾ ആഷിഖിന്റെ സംസാരം കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് അല്ലേ ഇപ്പൊ പ്ലസ് പോയിന്റ് ആയിട്ടാണ് കേട്ടത്. ഓക്കെ, ഞങ്ങൾക്കും കേൾക്കണം. തുടർന്നുള്ള സെഷൻസിൽ ഈ സെഷൻസിലൊക്കെ ഞങ്ങൾക്കും കേൾക്കണം കേട്ടോ. പിന്നെ ഓക്കെ, നമുക്ക് ഒരാളും കൂടെ പറയാമോ? ഒരാളോട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഒരു ഗെയിമിലോട്ട് പോവാം. ഹലോ, എന്റെ പേര് ഹബീബ, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ഞാനൊരു ഹൗസ് വൈഫ് ആണ്. കോഴ്സ് ഏതാ എടുത്തേക്കുന്നേ? BSW ആണ്. മാം വരുന്നത് ഫാത്തിമ മാം ആണ്. എല്ലാരും BSW-കാരല്ലേ? എന്നിട്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോ ഒരു ഉഷാർക്ക് വേണ്ടേ? എല്ലാരും ചാടി നിൽക്കണ്ടേ? സോഷ്യൽ വർക്കുകാരെന്ന് പറയുമ്പോ ഒരു ഇച്ചിരി എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവർക്ക് സേവനത്തിനും ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങുന്നവരല്ലേ? എന്നിട്ട് ഇങ്ങനെ നമ്മൾ പതുങ്ങി നിൽക്കാമോ ഇങ്ങനെ? ഇതുവരെ വീട്ടിൽ അടഞ്ഞിരിക്കണ ഒരു പ്രതീതിയാണ്. ഇനി പുറത്തിറങ്ങി
അങ്ങനെയില്ല. ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ അവരാണ് സത്യം പറഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ളവര്. അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്നോണ്ടല്ലേ പുറത്ത് ആൾക്കാർ പോകുന്നത്. ആ രീതി ചിന്തിക്ക്. മക്കളാണെങ്കിലും അല്ല വീട്ടുകാരാണെങ്കിലും എല്ലാരും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നോണ്ടാ. നിങ്ങൾ അവിടെ നിന്ന് ആക്റ്റീവ് ആവുന്നോണ്ടാ. ആ രീതി ചിന്തിക്ക്. തിരിച്ച് ചിന്തിക്ക്. പ്രത്യേകിച്ച് സോഷ്യൽ വർക്കിനൊക്കെ എനിക്ക് ഇറങ്ങിയിട്ട് തോന്നുന്നു ഹബീബയുടെ പാർട്ടിയിൽ നിന്ന് ആക്റ്റീവ് ആവുന്ന ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ എടുത്തിട്ടുള്ളത് അല്ലേ? ആ ആ, അതെ. ഓക്കെ, സോ ഇതൊരു നല്ലൊരു തുടക്കം ആവട്ടെ കേട്ടോ. ആ ഇനി വിഷ് യു അങ്ങോട്ട് ഓൾ ദ ഇതുപോലെ തന്നെ ബെസ്റ്റ്. വിളിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് വരിക. ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്ക് എന്നാ ഒരു ജസ്റ്റ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇച്ചിരി ഒന്ന് ഉറങ്ങി ഒന്ന് ആക്റ്റീവായിട്ട് ഉണർന്നു വരാൻ ഇവർക്ക് ഒരു ഉഷാറുറവ് കാണുന്നു. നമുക്കൊരു ഗെയിം ഇവർക്ക് കൊടുക്കാം. അപ്പൊ ഒരു ഏകദേശം എങ്ങനെയാ പോക്കെന്നുള്ളത് ഇവർക്ക് മനസ്സിലാകും. വലിയ പിടിച്ചു നിൽക്കേണ്ട മസിൽ പിടിക്കേണ്ട കാര്യമൊന്നും അല്ല നമ്മുടെ സെഷൻ. ഉത്തരം ചാടി പറഞ്ഞോളാം. ഫസ്റ്റ് സൂം ഇൻ സൂം ഔട്ട്. നമുക്ക് പേര് കേൾക്കുന്ന പോലെ തന്നെ എന്താണ് ഒന്ന് സൂക്ഷിച്ചു നോക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ കറക്റ്റ് ഉത്തരം ഒന്ന് പറയണം എന്ന രീതി കേട്ടോ. ലേണേഴ്സ് എന്താണ് നമുക്ക് ഗസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഈ പേര് പറയുന്ന പോലെ തന്നെ ചില ക്ലൂസോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും നമ്മൾ തരും. അതിനകത്ത് മെയിൻ ആയിട്ട് എന്താണ് നമ്മളൊരു പിക്ചേഴ്സ് ആയിരിക്കും തരുന്നത്. അത് പോയിന്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്ത് തരുന്നത്. അത് സൂം ചെയ്തായിരിക്കും നമ്മൾ തന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പിക്ചറിന്റെ സൂം ചെയ്ത പോർഷൻ ആയിരിക്കും. അതിൽ നിന്ന് അത് ഏത് പിക്ചർ ആണ് എന്താണെന്നുള്ളത് ഗസ് ചെയ്യണം. അത് എന്തും ആകാം, മനുഷ്യരാകാം, ഒരു തിങ് ആകാം, എന്ത് വേണേലും ആകാം. അത്രയും ക്ലൂ ഞാൻ പറയാമേ. അപ്പം അതിൽ നിന്ന് ആരാണ് അല്ലെങ്കിൽ എന്താണ് അതെന്ന് നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് ആൻസർ അറിയുന്നവർ അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. അതിനകത്ത് ഇനി എന്നെ പേര് വിളിച്ചാലേ പറയൂ എന്ന രീതിയിലൊന്നും മാറി നിൽക്കേണ്ട. നിങ്ങൾക്ക് ഉത്തരം അന്നേരം തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ആരാ ആൻസർ ചെയ്യുന്നത് നോക്കട്ടെ. അതനുസരിച്ച് ഞങ്ങൾ ബാക്കി പറയാം. ആരാ ആക്റ്റീവായിട്ട് നിൽക്കുന്നതെന്ന് ഞങ്ങൾ കാണട്ടെ. ഓക്കെ, മനസ്സിലായാലോ? ഇൻസ്ട്രക്ഷൻസ് ഇനി പറയണ്ടാലോ. നമുക്കൊരു സെഷൻസ് ഫോട്ടോ കാര്യങ്ങൾ കാണിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. നിങ്ങൾക്ക് നോർമലി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഇത് തന്നെ. അപ്പൊ കറക്റ്റ് പിക്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് വിന്നറിനെ കണ്ടുപിടിക്കാം. റൊണാൾഡോ. റൊണാൾഡോ ആണോ? ക്യാമറ പുരുഷ ഒക്കെ ഓൺ ചെയ്ത് പറയാട്ടോ. എനിക്ക് പുരുഷ ആഷിക്ക് മാത്രമേ സ്ഥലം. ക്യാം ഓൺ ആക്കിയിട്ടുള്ളൂ. ആഷിക്കിന്റെ സൗണ്ട് കേട്ടു. പിന്നെ ഒരു വേറൊരാളുടെയും കൂടെ സൗണ്ട് കേട്ടു. പക്ഷെ ആളാരാ? Yes. ഇതാരായിരുന്നു? അത് ഞാനാ ഷംല. ഷംലയും പറഞ്ഞു അല്ലേ? ഓക്കെ, ആണോ? റൊണാൾഡോ ശരിയല്ലേ? ആ സോറി, ഇതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. ബാക്കിയിൽ ഞങ്ങൾക്ക് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലേ ബാക്കിയുള്ളവര്? ആണല്ലോ അല്ലേ? ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിക്കരുതേ. അടുത്ത കാണിക്കുവാണേ. മോഹൻലാൽ. മോഹൻലാൽ. എനിക്കറിഞ്ഞൂടാ. നോക്കിക്കോ. മോഹൻലാല്. മോഹൻലാൽ മോഹൻലാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇല്ല, മോഹൻലാലുണ്ട്. ഞാൻ മോഹൻലാൽ മാത്രമേ മോഹൻലാൽ. മോഹൻലാൽ. ആണോ? നിങ്ങളെ നിരാശപ്പെടുത്തിയില്ല മോഹൻലാൽ. ഉം. ഇത് ശോഭന. ശോഭന. വേറെ ഏതെങ്കിലും പേര് ആരെങ്കിലും ഇടയ്ക്ക് പറഞ്ഞു അങ്ങനെ ഒരു തോന്നി കേട്ടതുപോലെ? എന്തോ ഒരു അശരീരി ഇടയ്ക്ക് കേട്ട പോലെ തോന്നിയല്ലോ. ഒരാൾ ഒരു പേര് പറഞ്ഞ പിന്നെ അത് എല്ലാവരും കൂടെ പറയാൻ നിൽക്കണ്ട. ചിലപ്പോ വേറൊരാളായി. നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ക്യാമറ ഓൺ ആക്കട്ടെ. കാരണം നമുക്ക് ഫസ്റ്റ് ആഷിക്ക് പറയുന്നത് മാത്രമേ നമുക്ക് അല്ലേ, വേറെ വോയിസ് ആയതുകൊണ്ട് ഇത് ആരാ പറയുന്നതെന്നുള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ നിങ്ങളൊന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ആക്കി ഇരിക്കുക. അല്ലെ നമ്മൾ പോയിന്റ് ഇത്രയും പേരല്ലേ എന്തായാലും ഇവിടെ ഉള്ളൂ. ആഷിക്ക് ഫസ്റ്റ് അടിച്ചോണ്ട് പോവും. അത് തന്നെ. എല്ലാരൊക്കെ ക്യാമറയൊക്കെ കണക്കുണ്ട്. നോക്കാം ആരാന്ന്. ശോഭന. ശോഭന. കറക്റ്റ്. ഇതാരായിരിക്കും? VS അച്യുതാനന്ദൻ. അത് തന്നെ. VS അച്യുതാനന്ദൻ. ആണോ? ഉറപ്പാണോ? നോക്കാം. ഉറപ്പാണ്. യെസ് അച്യുതാനന്ദൻ. ഇതോ? ദുൽഖർ. സൽമാൻ. ഉറപ്പാ? എല്ലാം പറയുന്നുണ്ട്. അരിപ്പ്. ദുൽഖർ. ആരേലും ഈ സ്ലൈഡ് ഫാത്തിമ മാം എന്റെ സ്ലൈഡ് ചോർത്തി തന്നിരുന്നോ? നേരത്തെ കാണാൻ ഇതൊക്കെ സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന. പറഞ്ഞത് അല്ലേ? നെക്സ്റ്റ് ഇതാരാ? മഹേന്ദ്ര സിംഗ് ധോണി. ധോണി. മഹേന്ദ്ര എനിക്ക് സിംഗ് തോന്നുന്നു ധോണി. ഹബീബയാണോ പറയുന്നത് ബാക്കില്? ധോണി. ഹബീബ ഇടയ്ക്ക് പറഞ്ഞു. ഓക്കെ, ആഷിക്ക് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഞാൻ സ്പീഡിൽ പോവാമേ. നമുക്ക് സ്പീഡിൽ പോകുന്ന അനുസരിച്ച് കൂടുതൽ ഗെയിംസ് കളിക്കാം. അതുകൊണ്ടാണേ. ഓക്കെ. ഇത് ഇതാരാ പറയുന്നത്? ഇതൊന്നും അറിയണമല്ലോ. ഇവിടെയാണ് ഫോറിൻ ആക്ടർ പോലെ. ബുദ്ധിപരമായി ചിന്തിക്കണം എന്ന് പറയുന്നത്. അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്ന് ഞങ്ങളും മനസ്സിലായില്ലേ? ഞാൻ PPT ചോർത്തി കൊടുത്തിട്ടില്ല എന്നുള്ളത്. അത് തന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നോക്ക് അപ്ഡേറ്റഡ് ആണോ അല്ലയോ നോക്കട്ടെ. പരിചയമുണ്ടോ? ആർക്കെങ്കിലും ഇതൊക്കെ ഗസ് ചെയ്യാമോ? അല്ലേ ജസ്റ്റ് ഡെയിലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അല്ല സംഭവത്തിന്റെ പാർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഡെയിലി ഫേസ്ബുക്കിന്റെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആൻഡ്രൂ ഫേസ്ബുക്ക് അല്ല. അല്ലേ സുക്കർബർഗ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനൊരു ക്ലൂ തരാം. സുക്കർബർഗ് അല്ലല്ലോ. നമ്മള് എന്തോ സുക്കർബർഗ് എന്തോ ആണോ? അല്ലല്ല. ഞാൻ അല്ല. ഞാൻ പറയാം, ഒരു ക്ലൂ തരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് സാലറി ഒക്കെ ക്രെഡിറ്റ് ആയിരിക്കുമ്പോ അല്ലേ സ്നേഹമ ആ ആയിട്ടിരിക്കുമ്പോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഇൻസ്റ്റാഗ്രാം, ഒരാളാണ്. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാ സാലറി അറിയുക? കിട്ടുമ്പോ മാത്രമേ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യത്തുള്ളൂ. ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് അല്ല ഫേസ്ബുക്ക് അല്ല. ഫേസ്ബുക്ക് സുക്കർബർഗ് അല്ലേ? നോക്കാം ആർക്കെങ്കിലും ഇൻസ്റ്റഗ്രാം. ഒരു ഗസ് പറയാൻ പറ്റുമോ? സുക്കർബർഗ് ഓക്കെ, ആണോ? ഫേസ്ബുക്കിന്റെ വെച്ചിട്ടാണ് ഒരു ഗസ് ഉള്ളത്. ഇതാരാ? ഇത് ഐഫോണിന്റെ അല്ലേ? അല്ല അല്ലേ? അല്ല ഇതിന്റെ മൈക്രോസോഫ്റ്റ് അല്ലേ? മൈക്രോസോഫ്റ്റ് അല്ലേ? അല്ല അത് സോറി അറിയില്ല ഇത്. ഇത് ആമസോണിന്റെ സിഇഒ ആണ്. ഫൗണ്ടർ ആ ആൻഡ് ഓക്കെ. ദ ഫോമർ ആരുടെ സിഇഒ ഓഫ് ആണ്? ആമസോൺ, ഓക്കെ. ജെഫ് ബെസോസ്. ഓക്കെ, ചതിച്ചല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാലറി ഒക്കെ ചതിച്ചു. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. ഞങ്ങള് ഓ ഗൂഗിൾ പേ ചെയ്യാറ്. ഓ അങ്ങനെ. ഇതാരാ? ചിത്ര 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 മലയാളത്തിലോട്ട് വന്നാലേ ഞങ്ങക്ക് പിടികിട്ടം കിട്ടത്തുള്ളൂ. വെളിയിലോട്ട് പോകരുത്. അതെ. ഇന്ത്യക്കാരാണ്. ഇതാരാ? പെട്ടെന്ന് പറ, രജനികാന്ത്. പെട്ടെന്ന് പറ, രജനികാന്ത്. രജനീകാന്ത്. പെട്ടെന്ന്. രജനികാന്ത്. വേറെ ഓപ്ഷൻ ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പ്. നോക്കാം. രജനീകാന്ത്. ഓക്കെ, ഇതെന്താ? ഫോണ്. കോൺ. ഇവർക്കിന്ന് വേറെ ഓപ്ഷൻസ് ഇല്ലേ? ഉറപ്പാണോ? ഉറപ്പ്. ഇത് ഉറപ്പാ. ഓക്കെ, കോൺ. എന്താ? നെക്സ്റ്റ് ഇതെന്താ? ബീട്രൂട്ട്. ബ്രിഞ്ചാണോ? സോറി. ആദ്യമായിട്ട് ബീട്രൂട്ട്. 2 ഓപ്ഷൻ വന്നു. അതെ, ബീട്രൂട്ട് ആൻഡ് ബ്രിഞ്ചാൾ. ബീട്രൂട്ട്, ബ്രിഞ്ചാൾ 2 ഓപ്ഷൻസ് വന്നു. സമാധാനമായി. ബീട്രൂട്ട്. ബ്രിഞ്ചാൾ. ബ്രിഞ്ചാള്. ഇത് പപ്പായ. Celery. സോറി, പപ്പായ. കുഴപ്പമില്ല. വീട്ടമ്മമാർ ഉണരൂ. ഇടയ്ക്കാരോ എന്തോ ഒരു ഉത്തരം പറയുന്നത് പോലെ തോന്നി. ഇതിന്റെ പേര് സോറി. എന്തോ എന്തോ ആരോ ഇടയ്ക്ക് ബ്രൊക്കോളി. അതാരാ പറഞ്ഞേ? അത് തന്നെ ബ്രൊക്കോളി. അത് തന്നെ ബ്രൊക്കോളി. അതാരാ പറഞ്ഞത്? ആദ്യം പറഞ്ഞതാരാ? ഒരു ചേച്ചി പറഞ്ഞു. അച്ഛനാ. അർച്ചന. ഓക്കെ, ബ്രോക്കലി കറക്റ്റ് ആണ്. നെക്സ്റ്റ് പൊട്ടറ്റോ. പൊട്ടാറ്റോ. പൊട്ടറ്റോ. പൊട്ടറ്റോ. ഇതോ? വെണ്ട. ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ. ഓക്കെ, ഇതൊക്കെ പോയ ചടങ്ങായില്ല. ഇതോ? Cabbage. Cabbage. Pumpkin. പംകിൻ. പച്ചക്കറികൾ വന്നപ്പോഴത്തേന് സ്ത്രീകൾ ഈ ഉണർന്നു വന്നല്ലോ. അതെ. ഓക്കെ. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗെയിം? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നൈസായിരുന്നു. എന്തോ നൈസായിരുന്നു. Interesting ഇഷ്ടപ്പെട്ടോ? ആയിരുന്നു. Nice. ബോറല്ലല്ലോ, സ്മൂത്ത് ആയിട്ടല്ലേ തോന്നിയുള്ളൂ. സ്മൂത്ത് ആയിട്ടാ. മുന്നോട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അല്ലേ മാം? ഓഡിയോ ഒക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോയും കൂടെ എന്നൊക്കെ ഓൺ ആക്കിയിരിക്കുക. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഒരു രസമുള്ളൂ അല്ലെ? കാണുമ്പോ നമുക്കും ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു എന്താ പറയാ. ഫസ്റ്റ് സെഷനകത്ത് നിങ്ങളുടെ മെന്റേഴ്സ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് തമ്മിൽ കണ്ടിട്ടില്ല, ഞങ്ങള് കണ്ടിട്ടില്ല. എനിക്ക് ഇതിനകത്തെ കുറച്ച് പേരെ അറിയാം. ഞാൻ ഓൺബോർഡ് ചെയ്ത സ്റ്റുഡൻസിനെ എനിക്കറിയാം. അങ്ങനല്ലാതെ ഞങ്ങൾക്കും തമ്മിൽ നിങ്ങളെ അറിയത്തില്ല. നമുക്ക് തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു സെഷൻ അല്ലേ? ഇന്ററാക്റ്റീവ് ആയിട്ട് നിൽക്കും കേട്ടോ. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പിള്ളേരൊക്കെ തന്നെ ആക്റ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്.
അപ്പം നമുക്ക് അടുത്ത രണ്ടുപേര് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ജസ്റ്റ് എന്താണ്, എവിടാണ്, ജസ്റ്റ് മുമ്പേ പറഞ്ഞ പോലെ പ്ലേസും കാര്യങ്ങളൊക്കെ മതി. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കണം തോന്നുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാം. എനിക്ക് നിങ്ങൾ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അല്ലേ, വേറെ ബാച്ചസിൽ നിന്നുള്ള ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. സോ പേര് വിളിക്കട്ടെ. കുറച്ച് പേര് വിളിച്ചോളൂ. ഞാൻ കണ്ട ചില പേര്. അലീന. എൻ്റെ പേര് അലീന കെ ജോർജ്. വീട് എറണാകുളം മൂവാറ്റുപുഴ. ഞാനിപ്പോ ഡിപ്ലോമ ക്യാബിൻ ക്രൂ പഠിക്കുകയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമ എടുത്തത്. അപ്പോൾ ഒരു ഡിഗ്രി കൂടി ആവാന്ന് ഓർത്താണ് ഇഗ്നു ജോയിൻ ചെയ്തത്. ഞാൻ എടുത്തേക്കണ BA ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. VTTM ആണല്ലേ? ആ. ഓക്കെ, VTTM. ക്യാമറ ഓൺ ആക്കാൻ പറ്റുവാണെങ്കിൽ ഓൺ ആക്കണം കേട്ടോ. ഇവിടെ കഴിയില്ല. എന്താണ് അലീനയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടോ എന്തെങ്കിലും തോന്നിയ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഏയ് സ്വയമായിട്ട് എന്റെ ഹോബി എന്താണ്? എന്തെങ്കിലും ഒരു ഹോബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോബി ജുവലറി മേക്കിംഗ്, ബീഡ്സ് വർക്ക്. മറ്റൊരു ഹോബി അല്ലേ? അതൊക്കെ എത്ര ആലോചിക്കേണ്ടതാണോ? ചോദിച്ചാൽ അന്നേരത്തെ പറയേണ്ട ഒരു ഹോബി അല്ലേ? ഓക്കെ, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ ഗെയിംസിലൊക്കെ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഇടയ്ക്ക് ഗെയിമിന്റെ ഇടയ്ക്ക് ചിലരൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ ഉറങ്ങിപ്പോകുന്നത്. അർച്ചന മുമ്പേ പറഞ്ഞിരുന്നു. എന്റെ വീട് കുറവിലങ്ങാട്, കോട്ടയം ജില്ലയാണ്. കറന്റ്ലി ഞാൻ വർക്ക് ചെയ്യാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആയിട്ട്. അപ്പൊ ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രി ഡിപ്ലോമയാണ് ചെയ്തത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയായിരുന്നു. BSc കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും PSC നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് എനിക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെ PSC കോച്ചിങ്ങിന് പോയി. എന്നിട്ട് എനിക്ക് 7ാമത്തെ റാങ്ക് ആയിരുന്നു. ഞാൻ ഹെൽത്ത് സർവീസിൽ ഇപ്പൊ കയറിയിട്ട് 7 മാസമായുള്ളൂ. അപ്പൊ ഞാൻ ഡിഗ്രിയും കൂടെ ചെയ്യാന്ന് ഓർത്തിട്ട് BSW എടുത്തതാ. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു തീരുമാനം. കൂട്ടത്തിൽ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാനല്ല, ബെറ്റർ ഓപ്ഷൻ മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അത് ഏറ്റവും നല്ലത്. ചിലരുടെ മിക്കവരുടെയും കുഴപ്പം അതാ. ഒന്നുകിൽ ഒരു തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും തട്ടിക്കൂട്ടി പോകാം, മുന്നോട്ട് എന്തെങ്കിലും ആകട്ടെ, എന്തേലും ആകട്ടെ, അല്ല ഉള്ളത് മതി എന്ന രീതിയിൽ. പക്ഷെ അത് നോക്കാതെ പിന്നെ അത് നാളെ കാലത്ത് എന്തെങ്കിലും പ്രൊമോഷൻസോ കാര്യങ്ങളോ വരുമ്പോഴാ പിന്നെ അയ്യോ ഏജ് ഓവറായി ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നി. ഇത് ഏറ്റവും അതെ. നല്ലൊരു ഓപ്ഷൻ ആണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാം സക്സസ് ആയി വരട്ടെ കേട്ടോ. എന്റെ പേര് സനീഷ്. ഞാൻ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യാണ്. PWD ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്റെ നേരത്തെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് അതിനുള്ള സൗകര്യമൊന്നുമില്ല. അതിനുശേഷം എനിക്ക് ജോലിയൊക്കെ കിട്ടി. ഇപ്പൊ കുറെ വർഷങ്ങളായി, അതുകൊണ്ട് 15 വർഷം. 2010 ഞാൻ സർവീസ് കയറിയതാണ്, ഗവൺമെന്റ് സർവീസിൽ. അപ്പൊ ഒന്ന് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇപ്പോഴാണ് അതിനുള്ള സൗകര്യം, ഇങ്ങനെ ഈ ലേൺ വൈസ് ആപ്പിനെ കുറിച്ച് ഒക്കെ കേട്ടതും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്നല്ലേ? അതെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്നേരമാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു കോഴ്സ് ചെയ്യണം എന്ന്. ഞാൻ മുമ്പ് വിചാരിച്ച അതിന്റെ അഡ്മിഷനൊക്കെ ഏകദേശം എടുത്തിരുന്നതാണ്. എനിക്ക് കോട്ടയത്ത് പോയി പഠിക്കണമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എന്തോ മറ്റോ ആയിരുന്നു. കുറെ വർഷങ്ങളായതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അത് പോകാൻ പറ്റിയില്ല. അപ്പൊ ഒന്ന് തോന്നി ഇപ്പോഴൊന്ന് പഠിക്കണം. എന്തുവാണേലും നല്ലൊരു തീരുമാനമാണ്. നല്ലൊരു ഭാവിക്കായിട്ടാകട്ടെ. ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കിട്ടുന്ന ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാതെ അന്നേരം നമ്മുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈഡ് ആകാതെ ഇങ്ങനെ തള്ളി നിൽക്കുകയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് എടുക്കാൻ പറ്റിയില്ല, അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ പറ്റട്ടെ. ഇത് നല്ലൊരു രീതിക്ക് പഠിച്ചു പോകും. ഇതാകുമ്പോൾ ജോലി എഫക്ട് ചെയ്യത്തില്ല, നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ടൈം ടേബിൾ ഒക്കെ ഷെയർ ചെയ്ത് വരുമ്പോഴത്തേനെ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി റൊട്ടീൻസുമായിട്ടൊന്നും ഇത് എന്താണ് വല്ലാതെ എഫക്ട് ചെയ്യത്തില്ല. നമുക്കൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. നമുക്ക് നോർമൽ ലൈഫിൽ പോവുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം. നമുക്ക് കോഴ്സോ അല്ലെങ്കിൽ നമുക്ക് പാസ്സായി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പാസ്സായി പോകാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും വിഷ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളും കൂടെ കാണും, എല്ലാ സപ്പോർട്ടും കാണും കേട്ടോ.
ഓക്കെ നമുക്ക് ഓക്കെ പോവാം. താങ്ക് യു. ഓക്കെ, എന്നാ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. ഓക്കെ നമ്മള് ഓക്കെ എല്ലാ ഇതിലും ഉള്ളവരുണ്ട്. എല്ലാരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു. ഓക്കെ എന്നാ ഓക്കെ. നെക്സ്റ്റ് അടുത്തൊരു ഗെയിം പോണോ? ഒരാളെ വിളിക്കണം. എന്താണ്? ഗെയിം പോവാം. ഒരു ഗെയിം കൂടെ പോവാം. ഒരു ആ. ഗെയിം കൂടെ പോയിട്ട് ഇച്ചിരി കൂടെ നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിക്കോണം കേട്ടോ. എല്ലാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ചെറിയ ചെറിയ ഗെയിംസ് ഉള്ളു കേട്ടോ. കാണാം സ്ക്രീൻ കാണാം. മൂവി ഡയൽ, നമ്മളുടെ പേര് പറയുന്ന പോലെ മൂവി ഡയൽ. ഇത് എന്തായിരിക്കും? ക്യാൻ യു ഗസ് എന്ന് പറയുന്ന പോലെ എന്താണ്? നമ്മൾ ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ക്ലൂ തന്നിട്ട് നിങ്ങൾ ആ സിനിമയുടെ പേര് പറയുക, അത്രേ ഉള്ളൂ. നോർമൽ നമ്മൾ കാണുന്ന ഒരു ജസ്റ്റ് ഒരു ഗെയിമാണ്. തുടങ്ങാം. റെഡി അല്ലേ? എല്ലാവരും കുഴപ്പമില്ല. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞതിലും കുറച്ചുകൂടെ ഒരു എന്താ പറയാ ആക്റ്റീവായിട്ട് എല്ലാവരും ഒന്നുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ക്ലൂ കണ്ടല്ലോ. ഇത് വെച്ചിട്ട് ഇതിന് മൂവിയുടെ നെയിം പറയുക. ഐറ്റം മനസ്സിലായല്ലോ? അൺമ്യൂട്ട് ആക്കാൻ കല്യാണരാമൻ പറ്റുന്നില്ല എന്ന് ആരും കല്യാണരാമൻ പറയുന്നുണ്ടല്ലോ. മാം സ്നേഹ മാം അൺമ്യൂട്ട് കല്യാണരാമൻ ഓപ്ഷൻ ഓൺ അല്ലേ? കല്യാണരാമൻ കല്യാണരാമൻ ഇപ്പൊ മാറി. ഓക്കെ കല്യാണരാമൻ. കുഴപ്പമില്ല. കല്യാണം. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്ത് നോക്കാം. ഇത് നമ്മളൊരു ഡെമോ പോലെ നിങ്ങൾ മുമ്പേ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. ഇതെന്താണ്? സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് പേപ്പർ. മിടുക്കര സിനിമ കാണും. ഇതോ ന്യൂസ. അല്ല അല്ല ഇത് രാംജി റാവു സ്പീക്കിംഗ്. മാന്നാർ മത്തായി റാംജി റാവു സ്പീക്കിംഗ്, മാന്നാർ മത്തായി സ്പീക്കിംഗ്. 3 ഓപ്ഷനായി. ഇനി വേറെ എന്തെങ്കിലും നോക്കാം. രാംജിറാവ് മാന്നാർ മത്തായി. ഇതേതാ? മിസ്റ്റർ വടക്കുനോക്കി യന്ത്രം. യന്ത്രം. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒന്നുകൂടെ ആലോചിക്കും. ചിലപ്പോ ഒരു ഓപ്ഷൻ കൂടെ കിട്ടും. വടക്ക് നോക്കി യന്ത്രം. ഉറപ്പിക്കാം, നോക്കാം. വേറെ ഓപ്ഷൻ ഇല്ലേ? എല്ലാവരും ഭയങ്കര സിനിമ കാണുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാരും ഇതിനകത്ത് ചാടി നിൽക്കുന്നുണ്ട്. ഇത് യോധ പലത് പറയുന്നുണ്ടല്ലോ. ഏതാ? യോദ്ധ. ഓക്കെ, ഇതോ? എന്തോ കേട്ടില്ല. കേട്ടില്ല. ഇത് ഇച്ചിരി ഒന്ന് ചിന്തിക്കണം ഇനിയുള്ളതൊക്കെ. ഇതിൽ ഹിന്ദിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. അതാ പറഞ്ഞ ഇച്ചിരി ചിന്തിക്കണമെന്ന്. പറഞ്ഞാൽ നമുക്കും അറിയാത്ത സിനിമകളൊക്കെ ഇതിലുണ്ട്, കണ്ടിട്ട് മനസ്സിലാക്കാത്തല്ലേ. അത്യാവശ്യം അതെ ജബ്ബിമെറ്റ്. ഉറപ്പാണല്ലോ ജബ്ബിമെറ്റ്. അതെ അതെ. ഓക്കെ, ഇതേതാ? സീതാരാമം. സീതാ കല്യാണം. ദുൽഖറിന്റെ സീതാരാമൻ. ആരെങ്കിലും സീതാരാമം. ഓക്കെ, ഇതോ? ഹാരി പോട്ടർ. ഉറപ്പിക്കാം. ഇതോ? ഇതെല്ലാവർക്കും അറിയാം. ഓക്കെ, അതൊരു വേറെ ഓപ്ഷനേ ഉള്ളല്ലേ. ഇതോ? ഇതേതാ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അതല്ലേ? എനിക്കറിയത്തില്ല. ഷാറുഖ് ഖാൻ. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. ഉസ്താദ് ഹോട്ടൽ. ഇത് ചെറിയ ക്ലൂ പോലൊക്കെ പെട്ടെന്ന് പിടിക്കുന്നുണ്ടല്ലോ. ആധികാരികമായി ഇവര് സിനിമയെ കുറിച്ച് നല്ല രീതിയിൽ പിടിച്ചേക്കുന്നവരാ. ദൃശ്യം. ഇത് ദൃശ്യം. കുമ്പളങ്ങി നൈറ്റ്സ്. സജി
കുമ്പളങ്ങി നിക്സ്. പോരെ ഇതോ ഇപ്പൊ ശരിയാക്കി തരാം. ശരിയാക്കി തരാം, പെട്ടെന്ന് പറ. മോഹൻലാലിന്റെ ശരിയാക്കി തരാം. അദ്ദേഹത്തിനകത്തെ അതെ വെള്ളാനാള് മതിയല്ലേ നമുക്കിനി ഓക്കെ, നമുക്കിനി ഇൻട്രൊഡക്ഷൻ. ഷഹാല MK ഓൺലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇൻട്രോ പറയാമോ? ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരും എവിടെ നിന്നാണ് അങ്ങനെയൊക്കെ ഷഹാല, ഓക്കെ. ഹലോ, പറഞ്ഞു. പേര് ഷഹല, സ്ഥലം എടപ്പാള്, മലപ്പുറം ഡിസ്ട്രിക്ട്, അയൽക്കാട്. ഹലോ, ഓക്കെ, ഏതാ കോഴ്സ് എടുത്തേക്കുന്നേ? കോഴ്സ് ഏതാ? ഞാൻ PSW. ഓക്കെ, എന്തുകൊണ്ട് VSW അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ട്? സോഷ്യൽ വർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ. സോഷ്യൽ വർക്കിന് ഇച്ചിരി കൂടെ ഒരു ഉഷാറാവ്. സോഷ്യൽ വർക്കർ അല്ലേ, ഒരു ഇച്ചിരി കൂടെ ഉഷാറാവ്. ഓൾറെഡി ഇപ്പൊ വയ്യ, അതിന്റെ ഒരു ഉഷാർ കുറവ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പേര് മുസിൻ, ഞാൻ എറണാകുളത്ത് വഹിക്ക. ഞാൻ PSW ആണ് ഇവിടെ എടുത്തേക്കുന്നത്. കറന്റ് വർക്ക് ചെയ്യാണ്, മെഡിക്കലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇംപ്ലാൻസിലാണ്. എന്തുകൊണ്ട് ഇതെടുത്തെന്ന് വല്ലതും പറയാനുണ്ടോ, അല്ലെ എന്താണ് ഇൻട്രസ്റ്റിംഗ് എന്ന് വല്ലതും പറയാനുണ്ടോ? എടുത്തെന്ന് വെച്ചാൽ സോഷ്യൽ വർക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് നമുക്കിങ്ങനെ ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുക, അതിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുക, പിന്നെ കൗൺസിലിംഗ് പരിപാടികൾ നോക്കാം. ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഡിപ്ലോമാസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഇച്ചിരി ആഡ് കണ്ടിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കോൾ വന്നത് ഇതേപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത്. ഞാൻ ഓൾറെഡി വേറെ പല ഡിഗ്രീസ് ചെയ്യാനായിരുന്നു നോക്കിയിരുന്നു വെച്ചത്. പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് എൻ്റെ ഒരു തന്നെ PSW തന്നെ എനിക്ക് ഇഗ്നോന്ന് വന്നു. അതിനുശേഷം വേറെ പലയിടത്തുനിന്നും ഞാൻ കണ്ടു, പക്ഷേ ഗാന്ധി യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഇതുകൊണ്ട് ഇതിലേക്ക് തന്നെ. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താന്നുള്ളത്, ഹോബീസോ അല്ലെങ്കിൽ എനിത്തിങ് യു ലൈക്ക്. എന്താ ഉള്ളത്? കൗൺസിലിംഗ് സെഷൻ മറ്റുള്ളവരെ അതിൽ ഫീൽഡിൽ ഒരു ഇച്ചിരി ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ശൈലി കണ്ടിട്ട്. കൗൺസിലിംഗ് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് MSW ഇവിടെ കുട്ടിക്കാനം കോളേജിൽ പോയി, അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നത്. അവളാണ് പിന്നെ എനിക്ക് ഗൈഡൻസ് തന്നതും ഈ ശരിക്കും ചെയ്യേണ്ടത് സോഷ്യൽ വർക്കിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്റെ താല്പര്യം പറഞ്ഞാൽ അവളാണ് എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ടാണ്. ഇതിപ്പോ UK പുള്ളിക്കാരാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ കൂടുതൽ നോക്കി, അപ്പൊ അങ്ങനെയാണ് ഞാൻ വന്നത്. അല്ലാതെ കൗൺസിലിംഗ് അങ്ങനെയല്ല, എനിക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങിയിട്ട്. നല്ല കാര്യം. അപ്പം എല്ലാം നല്ലതായി വരട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്റെ പേര് അഭിനന്ദ്, വീട് തൃശ്ശൂരാണ്. ഞാൻ വർക്ക് ചെയ്യാണ് ഡിജിറ്റൽ മാർക്കറ്റിൽ. പിന്നെ ഇപ്പൊ ഞാൻ അടുത്ത കോഴ്സ് ട്രാവൽ ആൻഡ് ടൂറിസം. വേറൊന്നുമില്ല അല്ലേ? ഓക്കെ, എന്റെ പേര് സർണ, വീട് തൃശ്ശൂരാണ്. ഞാൻ ഡിപ്ലോമ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു, ഇവിടെ വർക്ക് ചെയ്യാണ് ആലുവയില്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിരിക്കുന്ന കോഴ്സ് PSW. ഓക്കെ, ഓക്കെ, ജോലിയോടൊപ്പം ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാമെന്ന രീതിയിൽ അല്ലേ? ഓക്കെ, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവാ കേട്ടോ. ഷംല, ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ, ഗെയിംസിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുക. അടുത്തത് നിങ്ങൾ വീഡിയോ ഒക്കെ എല്ലാരും ഓൺ ആക്കി വെക്കുക. അടുത്ത നല്ലൊരു ഗെയിം തരാം. നിങ്ങൾ ഓൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിം തരാം. ഷംല ഒന്ന് പറയുമോ? എന്റെ പേര് ഷംല, എന്റെ വീട് മലപ്പുറം ജില്ലയില് എടപ്പാള്. ഞാൻ BSW ആണ് എടുത്തത്. ഞാൻ നവ്യ, ബാംഗ്ലൂരിൽ നിന്ന്. ഞാൻ എന്റെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം കലിനറി പഠിച്ചുകൊണ്ടിരിക്കുക, ബേക്കിംഗ്. ഓക്കെ, ഇപ്പം ഏതാ നമ്മളുടെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്? ഇഗ്നോയിൽ ഏതാ എടുത്തിരിക്കുന്ന കോഴ്സ്? ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, വേറെ എന്റെ പ്ലസ് പോയിന്റ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? ക്യാമറ ഓഫ് ആക്കി പോയേക്കല്ലേ കേട്ടോ, ക്യാമറ ഓൺ ആക്കി അവിടെ ഇരുന്നേ. അടുത്ത സാധനം പറയാം കേട്ടോ, ആക്ടിവേറ്റ് ഇരുന്നേ. ഓക്കെ, പേരൊരു ഇച്ചിരി കട കിട്ടിയ പോലെ പോലും വെർച്വൽ സ്കാവഞ്ചർ
ഹണ്ട്. പേരാർക്കേലും ഇതുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഗ്രാബ് ആൻഡ് റൺ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു സംഗതി പറയും. അതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വേണേ പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ക്ലൂ തരും. ആ സംഭവം അന്നേരം കൊണ്ടുവന്ന് സ്ക്രീനിൽ കാണിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഒരു ക്ലൂവും കാര്യങ്ങളും ഇപ്പൊ ഇത്ര നേരം നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ പേര് പറയുകയല്ല, ചിലപ്പോൾ സാധനമായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ക്ലൂ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം അത് എന്താണോ നമ്മൾ പറയുന്നത്, ആ അറിയുന്ന സാധനം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളെ കാണിക്കുക. അപ്പൊ എത്രത്തോളം കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും വിന്നർ എന്ന് പറയും. എല്ലാവർക്കും മനസ്സിലായോ? എക്സാമ്പിൾ ഒക്കെ മനസ്സിലായി. ഉണ്ട്. ജസ്റ്റ് ക്യാമറ ടേൺ ഓൺ ചെയ്യാൻ, അതാണ് നിങ്ങൾ പറഞ്ഞത്. മസ്റ്റായിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ചാലേ നിങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നോക്കുക. പിന്നെ എന്താണ് എക്സാമ്പിൾ എന്തായിരിക്കും, കപ്പ്, പെന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ PPT-ക്കകത്ത് വരും. വരുന്നതനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്യുക, റൺ ചെയ്യുക, എത്തിക്കുക, ഞങ്ങളെ കാണിക്കുക. ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കപ്പ് എന്ത് ചെയ്യാൻ? കപ്പ് കണ്ടുപിടിച്ചു വരാനാ? യെസ്, കൊണ്ടുവന്ന് കപ്പ് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും കപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കാണിച്ചാൽ മതി. റൂമിലോ അപ്പുറത്തുണ്ടെങ്കിൽ എടുത്തിട്ട് വരിക. ഹസീൻ കാണിച്ചു. ഹബീബ വീട്ടിലല്ലേ, പോയി ഓടി എടുക്ക്. നന്ദൂന് കിട്ടിയോ? ഇല്ലില്ല, ഓഫീസിലല്ലേ? ഓഫീസിലാണ് ആക്ച്വലി. സനീഷിന്റെ വീട്ടിൽ കപ്പില്ല. ഇല്ല, ഉണ്ട്. പക്ഷെ എനിക്ക് താഴെ ഇറങ്ങി പോണം, അത് പാടാ. നബിക്ക് കിട്ടി. എല്ലാരും ആയോ? ഇനി ഇപ്പഴും ക്യാമറ ഓണാക്കാതെ പാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ ഉണർന്നില്ലെങ്കിൽ ഇനി എപ്പോ ഉണരാനാ? ഇനി നമുക്ക് വേറെ സെഷൻസ് ഒന്നും ഇല്ല. ആധികാരികമായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു സെഷൻസ് ഫ്രീ ആയിട്ടൊന്നും ഇല്ല. നോക്കാം. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, കലണ്ടർ. കലണ്ടർ ഈ സ്ക്രീൻ മുഹസിൻ ഷെയർ അവിടെ തന്നെ ഫോണിലെ ഇരിക്കുകയാണല്ലോ. കലണ്ടർ കാണിച്ചാൽ മതിയോ? കലണ്ടർ ഫോണിലെ കലണ്ടർ. ആഷിക്ക് അത്രയും ചിന്തിച്ചല്ലോ, അത് ഞങ്ങൾ കൺസിഡർ ചെയ്തേക്കുന്നു. അതെ, ഓക്കെ, താങ്ക് യു. അത്രത്തോളം ചിന്തിച്ച് ആക്റ്റീവായിട്ട് തന്നേനെ. ഹബീബ, അതേപോലെ ആരാണ്? മുഹസിൻ ഒന്നും കാണിക്കുന്നില്ലല്ലോ. സനീഷ് ഹബീബയ്ക്ക് കിട്ടി. ഓക്കെ, മുഹസിൻ കാണിച്ചു. അല്ല, അഭിനന്ദ്. സനീഷ് വിചാരിക്കുന്നതേ എന്തിനാണ് ഞാൻ ഈ റൂമിൽ കയറിയിരുന്നത്, ഒന്നും ഇല്ലാത്തത്. പിന്നെ കുട്ടികളെ അവിടെ താഴെ പഠിപ്പിക്കുന്നുണ്ട്, അവരെ എന്നെ ഡിസ്റ്റർബ് ചെയ്യും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ. അതാണ്. അഭിനന്ദിന്റെ കയ്യിലില്ല. അഭിനന്ദ്. ഇല്ല, ഞാനിവിടെ വേറെ വീട്ടിലല്ല, പുറത്താ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഓൾമോസ്റ്റ് കിട്ടാനുള്ളവരൊക്കെ കിട്ടിയോ? ശമ്പളമൊക്കെ എന്താ മിണ്ടുന്ന പോലും ഇല്ല, അനക്കൊന്നും ഇല്ല. ഹാൻഡ് റിട്ടൺ ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എന്തെങ്കിലും. ആൻഡ് ഒരു കാര്യം കൂടെ അതിലുണ്ട്. With the word clearly written on it. ലേൺ വൈസ് എന്ന് എഴുതിയ ഹാൻഡ് റിട്ടൺ ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട്, പേപ്പർ മതിയോ? എന്തെങ്കിലും ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടും പെന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ പെൻ യൂസ് ചെയ്തിട്ട് ലേൺ വൈസ് എഴുതിയിട്ട് ജസ്റ്റ് നമ്മൾ കാണിച്ചാലും മതിയേ. ഓക്കെ, നോട്ടില്ല, ഒരു പേപ്പർ ഉണ്ട്. പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യാം. മതി. ആ ഒരു ഉഷാറാ എല്ലാരും കാണിക്കുന്നേ. ഓക്കെ, സനീഷ് എഴുതി. സനീഷ് ഫസ്റ്റ് എഴുതി. ഓക്കെ, നവ്യ കണ്ട് നവ്യ. ഹബീബ എഴുതിയിട്ടുണ്ട്. ആഷിഖ്. ആഷിക്കിനും കിട്ടി. ഒരു പേപ്പറൊക്കെ നന്ദു. അത് തന്നെ, അതിനകത്ത് ലേൺ വൈസ് ആയിട്ടുണ്ട്. ഹൈലൈറ്റിൻ വീം ഇപ്പുറത്ത് വന്നു. അതുകൊണ്ടാ. ഓക്കെ, നെക്സ്റ്റ് പോവാം. മെഷറിംഗ് ടേപ്പ്. അത് അധികം കാണത്തില്ല ചിലപ്പോൾ, എന്നാലും കാണും. ചിലർക്കൊക്കെ കാണും. ഹെൽപ്പിനാണല്ലേ വേണം, വിളിച്ചോ, നോ ഇഷ്യൂ. ഓക്കെ, ഹബീബയുടെ കയ്യിലുണ്ട്. ഹബീബിക്ക് കിട്ടി. ആർക്കെങ്കിലും ഉണ്ടോ? തപ്പി കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് അടുത്ത പോണോ? അടുത്ത് നോക്കാം. ഇത് ഇച്ചിരി കുറവായിരിക്കും അല്ലെ? എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ കാണാൻ വഴിയില്ല. ചിലപ്പോൾ സ്കെയിലൊക്കെ കണ്ടെന്നിരിക്കും. സ്കെയിലൊക്കെ കാണത്തില്ലേ ഓഫീസിലൊക്കെ? നെക്സ്റ്റ് നോക്കാം. ടൂത്ത് പേസ്റ്റ്. അത് പെട്ടെന്ന് ആയിക്കോട്ടെ.
ഓക്കെ, ഷഹലക്ക് കിട്ടി, ഹബീബയ്ക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ. നിങ്ങക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും കയ്യിലില്ലെന്ന് തോന്നുന്നു അല്ലേ? അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല പലർക്കും. പലരും ഔട്ട്ഡോർ ആണ്, ചിലർക്ക് എന്താണ് ഇത് റൂമിലാണ് ചില ആൾക്കാരല്ലേ, പുറത്തു പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതുകൊണ്ടുള്ളൊരു കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ? സാരമില്ല, നമുക്കെന്നാ നമുക്ക് ഒരു ഗെയിമിന്റെ ഒരു 2 ഇത് കൂടെ നോക്കിയാൽ നമുക്ക് 2 ട്രൂത്ത് 1 ലൈ എന്നുള്ള ഒരു ഗെയിം കൂടെ നോക്കിയാൽ നമുക്കൊരു നമ്മുടെ ഒരു ലാസ്റ്റ് ഗെയിം ഒരു അല്ലേ? ഗെയിം കൂടെ Just നമ്മളിതോടെ മറ്റേ പഴഞ്ചൊല്ല് വേണോ? എന്ത് വേണം? നിങ്ങൾക്ക് എന്താ നമുക്കൊരു വേണ്ടേ? ട്രൂത്തിന്റെ ഒരെണ്ണം നമ്മൾ ഒരാളെ കൊണ്ട് പറയിപ്പിക്കും. ഇവർ എത്ര പേര് കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് മെറ്റൽ നമുക്ക് നോക്കാം. ട്രൂത്ത് ഓർ ലൈ നമുക്ക് ജസ്റ്റ് നമുക്ക് ആഷിക്കിനെ വിളിക്കാം. ഫ്രീ ആയിട്ട് പറയാം, ഫ്രീ ആയിട്ട് സംസാരിക്കാം. നമുക്ക് നിങ്ങളിൽ ആരാ നല്ല രീതിയിൽ ഇപ്പം ആഷിക്കിനെ തന്നെ വിളിക്കട്ടെ, ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആഷിക്കിനെ വിളിക്കട്ടെ. ആഷിക്ക് പുറത്തായോ, അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്, സാധനങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ആഷിക്കിനെ തന്നെ വിളിച്ചേക്കാം. ആഷിക്കേ, ഗെയിമിന്റെ ഇത് ഒറ്റയാളെ വിളിക്കുന്നുള്ളൂ. ഇത് ട്രൂത്ത് ഓർ ലൈ. ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് 3 പോയിന്റ്സ് പറയാം. 3 പോയിന്റ്സ്, അതായത് 3 സെന്റൻസ് പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് നമുക്ക് എന്താണോ ജസ്റ്റ് പറയാൻ കാര്യങ്ങള്. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ പേര് ഫാത്തിമ എന്നാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ലേൺ വൈസിലാണ്, ഞാൻ വീഗലാൻഡിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇതിലിപ്പോ സത്യം പറഞ്ഞാൽ 3 കാര്യങ്ങൾ സത്യമാണ്. ഞാൻ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്റെ പേര് ഫാത്തിമ, ഞാൻ ലേൺ വൈസിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ഹിമാലയയിൽ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇതില് ഞാൻ പറഞ്ഞതില് 2 സത്യങ്ങളും 1 കള്ളവും ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് കള്ളം, ഏതാണ് സത്യങ്ങൾ എന്ന് എന്ത് ചെയ്യണം? കേൾക്കുന്നവർ മനസ്സിലാക്കണം. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ഇതിലിപ്പോ ഞാൻ പറഞ്ഞതിൽ ഏതാ കള്ളം? ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഹിമാലയത്തിൽ പോയി. കണ്ടുപിടിച്ചില്ലേ? മനസ്സിലായി. ജസ്റ്റ് ആഷിക്കൊരു കാര്യം അല്ല, പറയാം. ഈ ഒരെണ്ണം കള്ളം പറയണോ എന്തായാലും? ഒരെണ്ണം എന്തായാലും കള്ളം പറയണം. അപ്പൊ ആ കള്ളം എന്താണ്, അത് ഏത് പോയിന്റ് ആണ് കള്ളം എന്നുള്ളത് കേട്ടോണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യണം? ഗസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. 1, 2, 3 എന്നുള്ള രീതിയിലായിരിക്കും ആഷിക്ക് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്നാമത്തെ പോയിന്റ് ആണ് കള്ളം തോന്നിയാൽ 1 എന്നുള്ളത് ചാറ്റ് ബോക്സിൽ ഇടുക. ആരാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കള്ളം പറയാൻ ബുദ്ധിമുട്ടാ. അത് തന്നെ കള്ളാന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അയ്യോ, പെട്ടെന്നൊരു കള്ളൊക്കെ പറ്റണല്ലോ. ഈ ആലോചിക്കുന്ന കാണുമ്പോഴേ മനസ്സിലാവും അത് കള്ളമാണല്ലേ. പറയാം. ഞാൻ ഇപ്പൊ ഇട്ടേക്കണത് ഒരു ബ്ലാക്ക് ഷൂ ആ. ഞാൻ ഓക്കെ, പിന്നെ ഞാൻ ഡാർജിലിംഗിൽ പോയിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് കാർ ഉണ്ട്. വളരെ കൺഫ്യൂസിംഗ് ആണല്ലേ. ഒട്ടനെ തന്നെ ഒരാള് മറുപടി പറഞ്ഞു. പച്ചക്കള്ളമാണ്. രണ്ടാമത് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഹബീബ് പറയുന്നു. വേറെ ആൾക്കാര് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. സ്നേഹ മാമിന് എന്താ തോന്നുന്നത്? എന്താ കളത്തിലെന്നാ? 2 ആണല്ലോ പറയുന്നത്. ബ്ലാക്ക് ഷൂ. ഓക്കെ, അവൻ ഇച്ചിരി ആലോചിച്ച് പറഞ്ഞോണ്ടായിരിക്കും ബ്ലാക്ക് ഷൂ ആന്ന് പറഞ്ഞത്. അതെ അതെ. ഫാത്തിമ ഏതായിരിക്കും പറഞ്ഞതിലെ ലൈ? ഫസ്റ്റ് വൺ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം അവന് എന്ത് പറഞ്ഞ പോലെ അവൻ ഇച്ചിരി ആലോചിച്ചിട്ട് പറഞ്ഞോണ്ട് എനിക്കൊരു ഫസ്റ്റ് വൺ ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആഷിക്കിനോട് തന്നെ ചോദിച്ചാലോ? നോക്കാം, എല്ലാവരും ഇത്രയായില്ല. ആഷിക്ക് ഏതാ? എന്റെ ഫ്രണ്ടിൽ വൈറ്റ് കാർ ഇല്ല. ബാക്കിയുള്ളവർ എനിക്ക് ഫസ്റ്റ് പോയിന്റ്, പിന്നെ ആരും ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു ആദ്യമേ മതിയായിരുന്നു അല്ലേ? അതെ, നമുക്ക് സമയം തീർന്നു പോയി നേരത്തെ. ജസ്റ്റ് നമ്മൾ എന്നാൽ നമുക്ക് എന്നാൽ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സമയമായി. പക്ഷെ നമുക്കൊരു ജസ്റ്റ് ഒരു സെഷനോട് ചുറ്റൊന്ന് പറഞ്ഞു വേണേ നമുക്ക് പോകാം. സ്ക്രീൻ കാണാലോ അല്ലേ?
ചിത്രം നോക്കി പഴഞ്ചൊല്ലുകൾ തിരിച്ചറിയുക. പെട്ടെന്ന് തിരിച്ചറിഞ്ഞോണേ. പെട്ടെന്ന് പോവാണേ. എന്താണ്? പെട്ടെന്ന് പറ. അടിതെറ്റിയാൽ ആനയും വീഴും. സനീഷ് ഫസ്റ്റ് വൺ. അടി തെറ്റിയാൽ ആനയെ വീഴും. നെക്സ്റ്റ് പെട്ടെന്ന് പറ. ഫസ്റ്റ് എലിയെ ആരാ പേടിച്ച് പറയുന്നേ? ഇല്ലം ചുടുക. ഇല്ലം എലിയെ ചുട്ടാൽ പേടിച്ച് ഇല്ലം ചുടുക. ഓക്കെ. എലിയെ പേടിച്ചില്ലം ചുടരുത്. പെട്ടെന്ന്. ആന മെലിഞ്ഞാലും ആന തൊഴുത്തിൽ പശുത്തൊട്ടി കെട്ടുമോ? കയറി. ആന അത് മെലിഞ്ഞാൽ തന്നെ. സനീഷ് ആക്റ്റീവ് ആയിട്ടുണ്ട്. തൊഴുത്തിൽ കെട്ടുമോ? ഓക്കെ. അടുത്തേ. നടുക്കടലിലും നായ നക്കിയെ കുടിക്കൂ. നക്കിയെ കുടിക്കൂ. സനീഷ്. ചേട്ടാ ഓക്കെ. പോത്തിനോട് വേദം മോദിയിട്ട് കാര്യമില്ല. പോത്തിനോട് ഏതും ചേർന്നു. എനിക്ക് സനീഷാണ് ഈ പഴഞ്ചൊല്ലുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. സനീഷേട്ടൻ ഞങ്ങളെക്കാളും മൂത്തതാ. അതിന്റെ ഒരു ഇതാ. സീനിയറാ. നമുക്ക് ഇതിനകത്ത് സീനിയർ ജൂനിയർ ഒന്നും ഇല്ല. എല്ലാരും ഒരേപോലെ ഉള്ളൂ. അതല്ല പ്രായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ. സർലാദേവി. പെട്ടെന്ന്. ആ സനീഷ് പാവം മിണ്ടാതെ പോയി. അയ്യോ സനീഷേട്ടൻ പോയല്ലേ. പോയാ പെട്ടെന്ന്. സമയമില്ല നമുക്ക് ഭയങ്കര ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആശ കൊടുക്കരുത്. അത് തന്നെ. പൊതുവെ കേൾക്കുന്നതാ. പെട്ടെന്ന്. പലരും കേട്ടിട്ടുള്ള പെട്ടെന്ന്. ഒന്ന് മൊത്തത്തിൽ നോക്ക അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഇവർക്ക് ഇച്ചിരി ചിന്തിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാവുന്ന തോന്നുന്നു. സിമ്പിൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതെന്താണ് മക്കളെ? നോക്ക് എന്തെങ്കിലും ക്ലൂ വേണോ? ക്ലൂ അവിടെ പടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്ക്. ഒരു പെണ്ണുണ്ട് അല്ലേ? മണ്ണിൻചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി. അത് തന്നെ. മണ്ണൊക്കെ അതിനകത്തുണ്ടല്ലേ. ഓക്കെ. നന്ദി. ഓക്കെ. ഞങ്ങളാണ് പറയുന്നത് നമ്മുടെ ഗെയിംസ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് തന്നെ സമയം പോയി കേട്ടോ. ഞങ്ങളും നേരത്തെ നിർത്തണമെന്നൊക്കെ ഓർത്താ പെട്ടെന്ന് തന്നെ സമയം പോയി. ഞങ്ങൾക്കും നല്ല ഇതായിരുന്നു. പക്ഷെ ആദ്യം കുറച്ചു പേരൊക്കെ ആക്റ്റീവായിട്ടൊക്കെ കണ്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇപ്പം കറന്റ്ലി ഞങ്ങൾക്ക് എല്ലാരെയും നല്ല ആക്റ്റീവായിട്ട് നല്ല കൂട്ടത്തിൽ നല്ല കമ്പനിയായിട്ട് ഇപ്പൊ തോന്നുന്നു. അതിലിപ്പോ 1-2 പേര് മാത്രമേ ഉള്ളൂ സ്റ്റിൽ ഇപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് അല്ലേ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആക്റ്റീവായി. ദെൻ നമുക്ക് ഇന്ന് നമ്മുടെ സെഷൻ 2 കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ സെഷൻ 3 ആണ്. ഡീറ്റെയിൽഡ് ഇഗ്നോ ഓറിയന്റേഷൻ ആയിരിക്കും ആ ഒരു സെഷനകത്ത് വരുന്നത്. അതിനകത്ത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് കറക്റ്റ് ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തന്ന പോലെ തന്നെ ഗൂഗിൾ ഫോംസും കാര്യങ്ങളും നമ്മുടെ സൂമിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നേരത്തെ തന്നെ ഇൻഫോം ചെയ്യും. എക്സാക്ട് ടൈമിൽ ജോയിൻ ചെയ്യുക. ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇഗ്നോയുമായിട്ട് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് കാണുമല്ലോ. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരിക്കും ഈ സെഷൻ 3 എന്ന് പറയുന്നത്. ഇഗ്നോ അക്കാഡമിക്സ്, അസൈൻമെന്റ്സ്, എക്സാംസ് ഇതിന്റെ എല്ലാം ഇൻ ഡീറ്റെയിൽഡ് സെഷൻസ് ആണ് ഈ ഒരു സെഷൻ 3 വരിക. അപ്പം ആ ഒരു സെഷനിലും നിങ്ങൾ ഇതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ല പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ഓൺ ടൈമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ച് നമ്മള് എന്താണ് എത്ര തിരക്കാണേലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള രീതി തന്നെ നോക്കണേ. നിങ്ങൾക്ക് നേരത്തെ ഏതായാലും ഇൻഫോം ചെയ്യുമല്ലോ ഡേറ്റും കാര്യങ്ങളും. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു ഈ ഒരു സെഷൻ എന്ന് വെച്ചാൽ ബോറായിട്ട് തോന്നിയോ അതോ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ആർക്കേലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുഴപ്പമില്ലല്ലോ. നമുക്ക് വെർച്വലി ആണ്. പക്ഷെ എങ്കിൽ പോലും കുറച്ച് ഗെയിംസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പ്രായം ഒന്ന് കുറയുന്ന പോലെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഉഷാറായിട്ട് എന്തോ ഒരു തുടക്കം പോലൊക്കെ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നിയില്ലേ? അത്രയുമേ ഉള്ളൂ നമ്മളും ഉദ്ദേശിച്ചു. ഓക്കെ, ഹാപ്പി എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് നിങ്ങൾ വീട്ടിലിരിക്കുന്ന പോലെ തന്നെയല്ല, നിങ്ങൾ തന്നെയല്ല. ഇയർ ഗ്യാപ്പ് ഉള്ളവർ കാണും, ചിലപ്പോൾ വർക്കിംഗ് ഉള്ളവർ കാണും. അത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനോ നമ്മളെക്കാട്ടും അപ്പുറം സിറ്റുവേഷൻസ് ഇതിൽ ഉള്ളവർ പലരുണ്ട് അല്ലെ. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പഠിക്കാനൊക്കെ ഉള്ളൊരു ഉഷാറായി അല്ലെങ്കിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒപ്പം പോകാം എന്നുള്ളൊരു നല്ലൊരു തീരുമാനത്തോടുകൂടെ പോവുക. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു.
ഞങ്ങളും ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പി ആയെന്ന് മാത്രമല്ല, നിങ്ങൾ പലരുടെയും പേര് ഇപ്പോഴേ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പല കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ പല പേരും നിങ്ങളുടെ ആക്റ്റീവ്നെസ്, അതുകൊണ്ട് നിങ്ങളോട് ആക്റ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, ഗെയിമിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ത്രൂ ഔട്ട് മുന്നോട്ടുള്ള സെഷൻസിലും ഇനി മുന്നോട്ട് കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.